ഇഞ്ചിയോടി കമ്മീഷൻ എന്താണ് എന്നും ആസ്ഥാന നുണയൻ കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുമുള്ള തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് കണ്ടു. ബിനു പഴയച്ചിറ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. അത് ഇങ്ങനെയാണ്: എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ തുണ്ടുഭൂമി കച്ചവട വിവാദത്തെ തുടർന്ന് അന്നത്തെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ അവിടുത്തെ വൈദികർ ഉയർത്തിയ കള്ളത്തരത്തിലൂന്നിയ വിവാദങ്ങളെ തുടർന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുമുണ്ടായ ക്രമീകരണങ്ങളുടെ ഭാഗമായി അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ചുമതലപ്പെടുത്തിയ കമ്മീഷന്റെ പേരാണ് ജോസഫ് ഇഞ്ചിയോടി കമ്മീഷൻ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കമ്മീഷൻ. ഡോക്ടർ സാം തോമസ്, അഡ്വക്കേറ്റ് അബ്രഹാം കെ ജോൺ, ഫാദർ ജോർജ് അരിക്കൽ, CA-കാരനായ CJ റോമിറ്റ് എന്നിവരായിരുന്നു അംഗങ്ങൾ. വിവിധ തലങ്ങളിൽ നടത്തിയ പഠനങ്ങൾക്ക് ശേഷം 2019 ഏപ്രിൽ മാസം 1-ാം തീയതി ഈ കമ്മീഷൻ റിപ്പോർട്ട് മാനത്തോടത്ത് പിതാവിന് സീൽ വെച്ച കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇനി സീൽ വെച്ച കവർ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുണ്ടുഭൂമി വിറ്റതിൽ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായിരുന്ന ആലഞ്ചേരി പിതാവിനെതിരെ ഗുരുതര സ്വഭാവത്തോടു കൂടിയ അവിടുത്തെ വൈദികരും തെറ്റിദ്ധരിക്കപ്പെട്ട ഏതാനും ചില വിശ്വാസികളും ചേർന്ന് ഉയർത്തിയ ആരോപണത്തെ തുടർന്ന് സീറോ മലബാർ സഭയുടെ സുനഹദോസിന്റെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ശുപാർശയുടെ ഭാഗമായിട്ടാണ് അന്നത്തെ പാലക്കാട് മെത്രാനും എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനുമായ മാർ ജേക്കബ് മാനത്തോടത്ത് പിതാവിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് വിവാദ വിഷയത്തിൽ സമഗ്രമായ ഒരു റിപ്പോർട്ട് പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടത്. പരിശുദ്ധ സിംഹാസനത്തിന് ഈ വിഷയം പഠിക്കുക എന്നത് മാത്രമായിരുന്നു ഇഞ്ചിയോടി കമ്മീഷൻ രൂപീകരണത്തിന്റെ ഉദ്ദേശം. ആസ്ഥാന നുണയിൽ ഇറക്കിയിട്ടുള്ള പോസ്റ്റർ പ്രകാരം വിവാദമായ ഈ ആരോപണങ്ങളെ ശാസ്ത്രീയമായി തന്നെയാണ് സഭ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കമ്മീഷൻ അജിയാൻ പ്രിൻസ് എന്ന ലോക്കൽ ലാൻഡ് അപ്രൈസർ ഗ്രൂപ്പിനെയും KPMG എന്ന ഓഡിറ്റ് സ്ഥാപനത്തിനെയും ലോക്കൽ ഓഡിറ്ററെയും കമ്മീഷനിൽ ഉൾപ്പെടുത്തി. അത്തരത്തിൽ തയ്യാറാക്കിയ സീൽ വെച്ച് കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ അഡ്രസ് ചെയ്തിരിക്കുന്നത് കോൺഫിഡൻഷ്യലായി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പ്രിഫെക്റ്റ് ആയിരുന്ന കർദിനാൾ സാന്ദ്രി പിതാവിനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്മീഷൻ തലവനായിരുന്ന ജോസഫ് ഇഞ്ചിയോടി വ്യാജരേഖ കേസിന്റെ ഭാഗമായ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ജോസഫ് ഇഞ്ചിയോടി? CMI സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനമായ രാജഗിരി സെന്റ് ഫോർ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജോസഫ് ഇഞ്ചിയോടി. രാജഗിരി സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ പരിശുദ്ധ സിംഹാസനം പുറത്തിറക്കിയ മാർ ആന്റണി കരിയിൽ മെത്രാന്റെ ഏറ്റവും അടുത്തയാളും അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അതിനേക്കാൾ ഉപരി ഒരു പിതൃപുത്ര ബന്ധത്തിന് സമാനമായ ബന്ധവുമുള്ളവരാണ് ഇരുവരും. ആരാണ് CJ റോമിറ്റ്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഓഡിറ്ററാണ് യഥാർത്ഥത്തിൽ CJ റോമിറ്റ്. മാർ ആലഞ്ചേരിയെ അട്ടിമറിക്കുവാൻ കുൽസിത ശ്രമങ്ങൾ മുഴുവൻ നടത്തിയ അന്നത്തെ സഹായമെത്രാൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തെ പിതാവിന്റെ മനസാക്ഷിയും അതിലുപരി എല്ലാമാണ് CJ റോമിറ്റ്. ജോസഫ് ഇഞ്ചിയോടി കമ്മീഷൻ യഥാർത്ഥത്തിൽ മൂടിവെച്ചിട്ടുണ്ടോ? ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മൂടിവെച്ചിട്ടില്ല. കമ്മീഷന്റെ രൂപീകരണം തന്നെ പരിശുദ്ധ സിംഹാസനത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന വിവാദമായ കച്ചവടത്തിന്റെ കാര്യങ്ങൾ അറിയുക എന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സിംഹാസനത്തിനാണ് അത് അഡ്രസ് ചെയ്തിരിക്കുന്നത്, കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധ സിംഹാസനത്തിൽ സൂക്ഷിക്കുവാനുള്ള ഒരു കോൺഫിഡൻഷ്യൽ രേഖയായിട്ടാണ് അത് തയ്യാറാക്കപ്പെട്ടത്. അത്തരമൊരു രേഖ തയ്യാറാക്കുവാൻ നിയമിതനായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മാനത്തോടത്ത് പിതാവ് തന്നെ അത് കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കാണുവാൻ പാടില്ല എന്നതാണ് സഭാത്മകമായ രീതി. സഭയുടെ ഉള്ളിൽ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വിഷയം പുറത്തു പോകുവാൻ പാടില്ല എന്നത് സഭയുടെ കാനോനികമായ തീരുമാനമാണ്. ഇഞ്ചിയോടി കമ്മീഷൻ പുറത്തുവിടണമെന്ന് എന്തിനാണ് ബഹളം വെക്കുന്നത്? യാതൊരു കാര്യവുമില്ലാതെ ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. വ്യാജരേഖ നിർമ്മിച്ച കേസിലെ പ്രതിയായ ഫാദർ പോൾ തേലേക്കാട് വ്യാജരേഖകളുമായി ഇഞ്ചിയോടി കമ്മീഷനെ കാണാൻ ചെന്നു എന്നത് അദ്ദേഹത്തിന് മൊഴിയിലുണ്ട്. അതവർ 4 മടക്കി തിരിച്ചു കൊടുത്തുവിട്ടുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ ഫാദർ ബെന്നി മാരാമ്പറമ്പിലും ഇത്തരം രേഖയുമായി ചെന്നപ്പോൾ 4 മടക്കി തിരിച്ചുവിട്ടതാണ്. വ്യാജരേഖ കേസിന്റെ ഭാഗമായ മൊഴിയിൽ ഇങ്ങനെ ഒരു കമ്മീഷനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വ്യാജരേഖ കേസിന്റെ ഭാഗമല്ലാത്ത രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് ആ കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്തുവാൻ തൽപര കക്ഷികൾ ശ്രമിക്കുന്നത്. വത്തിക്കാൻ എന്ന രാജ്യവും ഇന്ത്യ എന്ന രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊഷ്മളമാണ്. അവിടുത്തെ ആഭ്യന്തരമായ ഒരു സംവിധാനം അവരുടെ പഠനത്തിന്റെ ആവശ്യമായി ഉണ്ടാക്കിയിട്ടുള്ള കോൺഫിഡൻഷ്യൽ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് അത്തരം ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാജരേഖ കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആസ്ഥാന നുണയന്റെ അനാവശ്യ പ്രചാരണം. ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ പാർശ്വവർത്തികളായ ആളുകളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം അങ്കമാലി അതിരൂപത വിവാദങ്ങളെ തുടർന്ന് ആദ്യഘട്ടത്തിൽ രാജി സമർപ്പിച്ച സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തെറ്റ് ചെയ്തു എന്ന് അറിയുവാനായിരുന്നു
അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ജേക്കബ് മാനത്തോടത്ത് പിതാവിനെ കൊണ്ട് ഇത്തരമൊരു അന്വേഷണ കമ്മീഷനെ നിയമിച്ച് റിപ്പോർട്ട് അവർ തേടിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി പിതാവിന്റെ രാജി പരിശുദ്ധ സിംഹാസനം തള്ളിക്കൊണ്ട് സഭാത്മകമായ റെസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് റോം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാലും കുഴപ്പമില്ല. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആസ്ഥാന നുണയനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പല പ്രചാരണങ്ങളിലെ അവസാന പ്രചാരണമാണ് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന പ്രചാരണം. വ്യാജരേഖകൾ നിർമ്മിക്കുകയും അത്തരം കാര്യങ്ങളുടെ പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുള്ള എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരുടെ കയ്യിൽ ഇപ്പോൾ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഫോട്ടോ കോപ്പി പോലെയുള്ള ആ റിപ്പോർട്ടുമായി ആലഞ്ചേരി പിതാവിനെതിരെ കാക്കനാട് കോടതിയിൽ തുണ്ടുഭൂമി വിവാദത്തിൽ കേസ് കൊടുത്തിട്ടുള്ള ജോഷി വർഗീസ് തേലക്കാട് കോടതിയിൽ എത്തുകയും 2 പ്രാവശ്യം അത് ഹാജരാക്കിയിട്ട് കോടതിയെ എടുത്ത് എറിഞ്ഞതുമാണ്. ഇന്ന് പൊതുസമൂഹത്തിൽ ലഭ്യമല്ലാത്ത ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ചില കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത്. ഇഞ്ചോടി കമ്മീഷനിൽ തെറ്റായ വിവരങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഇഞ്ചോടി കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമിച്ച KPMG എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന CBIയിൽ നിന്നും VRS എടുത്ത് ജോലി ചെയ്തിരുന്ന തോമസ് ജോസഫ് എന്നയാൾ രാജിവെച്ചു എന്നത് വ്യാജരേഖ കേസിന്റെ ഭാഗമായി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വിവിധങ്ങളായ തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെ പൊതുസമൂഹത്തെ വഞ്ചിച്ച എറണാകുളത്തെ വിമതരും ആസ്ഥാന നുണയന്റെയും അവസാനത്തെ പ്രചാരണമാണ് ഇഞ്ചോടി എന്ന പേരിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചുള്ള കള്ളപ്രചാരണം.